ഹായ്, ന്യൂ ഇയർ വീഡിയോ ആണേ. കുറച്ച് ലേറ്റായി, സോറി. അങ്ങനെ ഞങ്ങൾ നൂഡിൽസൊക്കെ ഉണ്ടാക്കി ന്യൂ ഇയറിന് വേണ്ടിയിട്ട് പരിപാടിക്ക് പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോവുകയാണ്. ഞങ്ങളെ കൂടെ ഒരു ഫാമിലിയും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. നൈസായിരുന്നു. അങ്ങനെ കുറേ ട്രാഫിക് ഉണ്ടായിരുന്നു പോകുന്ന സമയം. പിന്നെ ഞങ്ങൾ ഷോർട്ട് കട്ടൊക്കെ പിടിച്ച് അങ്ങ് എത്തി. അപ്പോൾ അവർക്കൊരു കുഞ്ഞുണ്ട് കേട്ടോ, 2.5 വയസ്സാണ്. നല്ല ക്യൂട്ടാണ്. കുറച്ച് ടൈം എടുക്കും കമ്പനി ആവാൻ. ടൈം എടുത്ത് കഴിയുമ്പോൾ നൈസാണ്. പിന്നെ ഞങ്ങൾ അവിടെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചു. ഞങ്ങൾ ഓപ്പോസിറ്റ് ഇഷ്ടംപോലെ ഫാമിലി ഇരിക്കുന്നുണ്ടായിരുന്നു ഫുഡ് കഴിക്കാൻ. കാരണം വെച്ചാൽ ഇനി പുറത്ത് പോയാൽ ട്രാഫിക്കിൽ പെടുകയും വിചാരിച്ച് ഇഷ്ടംപോലെ ഫാമിലീസ് ഉണ്ടായിരുന്നു ഫുഡ് കഴിക്കാൻ. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. ഞങ്ങൾ സായിദ് ഫെസ്റ്റിവൽ കാണാൻ വേണ്ടി പോകുമായിരുന്നു. സാധാരണ സായിദ് ഫെസ്റ്റിവലിന് 10 ദിർഹമാണ് എൻട്രി ഫീ. ബട്ട് ന്യൂ ഇയർ ആയതുകൊണ്ടാവാം അവർ അന്ന് ഒരു ദിവസത്തേക്ക് 50 ദിർഹം ചാർജ് മേടിച്ചു. അങ്ങനെ ഞങ്ങളിങ്ങനെ കയറണോ വേണ്ടിയോ നിൽക്കെ തന്നെ പെട്ടെന്ന് ഡ്രോൺ ഷോ സ്റ്റാർട്ട് ചെയ്തു. കാരണം ഞങ്ങൾ പോയപ്പോഴേ ലേറ്റായി. അപ്പോൾ ഈ ഡ്രോൺ ഷോ എന്ന് പറയുന്നത് 6500 ഡ്രോൺസ് കൊണ്ട് ചെയ്തിട്ടുള്ള ഡ്രോൺ ഷോ ആയിരുന്നു. ഒരു ഗിന്നസിന് വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയായിരുന്നു. അങ്ങനെ നല്ലതായിരുന്നു കേട്ടോ. എനിക്ക് ആ പൂ വിടരുന്നതൊക്കെ ഭയങ്കര രസമായിരുന്നു. അങ്ങനെ പെട്ടെന്ന് തന്നെ ന്യൂ ഇയർ ആയി. ഹാപ്പി ന്യൂ ഇയർ ഗൈസ്. അങ്ങനെ അടുത്ത സെക്കൻഡിന് അവർ ഉടനെ ഫയർ വർക്ക് സ്റ്റാർട്ട് ചെയ്തു. ഈ ഫയർ വർക്ക്സ് എന്ന് പറയുമ്പോൾ അടിപൊളിയായിരുന്നു. ആദ്യം കാണാൻ ഭയങ്കര നമ്മളെ നാട്ടിലില്ലാത്തൊരു പ്രത്യേകതര ഭംഗിയായിരുന്നു. പിന്നെ ആയപ്പം ബോറടിച്ചു. കാരണം വെച്ചാൽ നീണ്ടു നിൽക്കുന്ന ഒരു 62 മിനിറ്റ് ഫയർ വർക്ക്സ് ആയിരുന്നു. പിന്നെ നമ്മളെ ഒരു ഫോട്ടോ എടുപ്പും വീഡിയോ എടുപ്പും അത് ആസ് യൂഷ്വൽ അല്ലേ. അങ്ങനെ ഞങ്ങൾ ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്തപ്പോഴാണ് കുഞ്ഞവൻ നടന്നു വരുന്നത് കണ്ട്. സോ അവൻ നിൽക്കത്തില്ല. ഞാൻ ഓട്ടിച്ചിട്ട് എങ്ങനെയൊക്കെയോ പിടിച്ച് വീഡിയോയ്ക്ക് വേണ്ടി ഞാൻ എന്തൊക്കെയൊക്കെയോ ചെയ്തു അവനെ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി പിടിച്ച് നിർത്തി. അവൻ എങ്ങനെയെങ്കിലും ഇറങ്ങണം. പക്ഷേ ഞാൻ വിട്ടില്ല. ഞാൻ അവനെ പിടിച്ച് നിർത്തി വീഡിയോ എടുപ്പിച്ചു. അങ്ങനെ അവൻ പിന്നെ ഓക്കെ ആയി കേട്ടോ. അങ്ങനെ പിന്നെ അവൻ എങ്ങനെയെങ്കിലും ചാടിയാൽ മതി എന്നുള്ള ഒരിതായിരുന്നു. അങ്ങനെ പിന്നെ എല്ലാവരുടെയും ഒരു ഇൻഡിവിജ്വൽ സെക്ഷൻ വീഡിയോ എടുപ്പും ഫോട്ടോ എടുപ്പൊക്കെ ആയിരുന്നു. കാരണം നല്ല രസമല്ലേ കാണാൻ. ഇതിൽ നമ്മൾ ഫോട്ടോ എടുത്തില്ലെങ്കിൽ എങ്ങനെയാണ്. അങ്ങനെ വീഡിയോ ഫോട്ടോ ഒക്കെ എടുത്തു. ഞാൻ അവനെ മാക്സിമം ജ്യൂസാക്കി കേട്ടോ. കാരണം വെച്ചാൽ എനിക്ക് ഭയങ്കര കുട്ടികളെന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞങ്ങൾ വീഡിയോ ഒക്കെ എടുത്തു. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, പിന്നെ അവരുടേതായ ഇൻഡിവിജ്വലായിട്ടുള്ള വീഡിയോ എടുപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ ഞങ്ങൾ 62 മിനിറ്റ് വരെ നിന്നു കേട്ടോ. അവസാനം ഞങ്ങളിങ്ങനെ ഇറങ്ങാൻ വേണ്ടി നിന്നപ്പം ലാസ്റ്റ് കണ്ട ഫയർ വർക്ക്സൊക്കെ അടിപൊളിയായിരുന്നു. ഭയങ്കര രസമായിരുന്നു. ഫുൾ ഗോൾഡുകൾ നമ്മൾ ഈ കാർ പാർക്കിങ്ങിൻ്റെ അവിടെ പോയപ്പം നല്ല രസമായിരുന്നു. ഇത് അവസാനത്തെ ടൈമാണേ. കാരണം വെച്ചാൽ ഇത് 62 മിനിറ്റ് ഏകദേശം 1:15 വരെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ലാസ്റ്റ് വരെ ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഇത്രയും ബ്ലോക്കിൽ ഞങ്ങൾ പെട്ടത്. ഞങ്ങൾ വീടെത്തിയപ്പോൾ അന്ന് 5:30 മണിയായി. കാരണം അത്രയും ബ്ലോക്കും ഭയങ്കര തിരക്കായിരുന്നു. തിരക്കെന്നൊക്കെ പറഞ്ഞാൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അത്രയും തിരക്കായിരുന്നു. പിന്നെ വീടെത്തി. ബായ്.